എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. Skywave Water and Amusement Park, Kakkadampoyil, Valamthood, Malappuram. Shobika Weddings, Kozhikode, Kalyangad, Koilandi, Kuttiyadi, Nilambur. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ചാലിയാർ പഞ്ചായത്തിൽ ഈ ടെൻഡർ നടപടികൾ അട്ടിമറിക്കാൻ സർക്കാർ ഏജൻസിയുടെ മറവിൽ ശ്രമമെന്ന ഗുരുതര ആരോപണവുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള LDF അംഗങ്ങൾ രംഗത്ത്. പഞ്ചായത്തിന്റെ പേരിൽ സർക്കാർ ഏജൻസിയായ കെല്ലിന്റെ പ്രതിനിധിയോട് ഈ ടെൻഡറിൽ നിന്നും പിന്മാറാൻ ഫോൺ ചെയ്ത മറ്റൊരു ഏജൻസിയുടെ പ്രതിനിധിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. മനോഹരൻ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതിയും നൽകി. ഈ ടെൻഡറിൽ നിന്നും മറ്റു ഏജൻസികളെ പങ്കെടുപ്പിക്കാതെ പ്രവർത്തികൾ സ്വന്തമാക്കാനാണ് 3 സർക്കാർ ഏജൻസികളുടെ പ്രതിനിധിയായ ഈ കരാറുകാരൻ ശ്രമിക്കുന്നതെന്നും നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള LDF നേതാക്കൾ ആരോപിച്ചു. സിഡ്കോ, റെഡ്കോ, ഹാഡ്കോ എന്നീ സർക്കാർ ഏജൻസികളുടെ പ്രതിനിധിയായി കഴിഞ്ഞ 8 വർഷത്തോളമായി പഞ്ചായത്തിലെ മരാമത്ത് ജോലികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിനിധിയാണ് ഈ ടെൻഡർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഇയാൾ കെല്ലിന്റെ പ്രതിനിധിയെ വിളിച്ചത്. ഈ ടെൻഡറിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു വിളി. കെൽ പ്രതിനിധി പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചതോടെയാണ് കള്ളി പുറത്തായത്. നിലവിൽ കെൽ ഉൾപ്പെടെ ഈ ടെൻഡറിൽ പങ്കെടുക്കുന്നുണ്ട്. ചാലിയാർ പഞ്ചായത്തിലെ തെരുവുവിളക്ക് സ്ഥാപിക്കുന്നതിന് 20 ലക്ഷം രൂപയും ആദിവാസി നഗറുകളിൽ സോളാർ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള 14 ലക്ഷത്തിന്റെയും പ്രവൃത്തികളാണ് ഈ ടെൻഡർ വിളിച്ചത്. ടെൻഡർ നടപടി 23-ന് പൂർത്തിയാകും. വലിയ വലിയ പദ്ധതികൾ, ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതി, ഏകദേശം ഒരു 34 ലക്ഷം രൂപന്റെ പദ്ധതികളാണ് ഇപ്പോൾ ഈ തെരുവുവിളക്ക് ബന്ധപ്പെട്ടുകൊണ്ട് ടെൻഡർ ചെയ്യാൻ പോകുന്നത്. 20 ലക്ഷം തെരുവുവിളക്കും 14 ലക്ഷം പട്ടികവർഗ ഊരുകളിൽ സോളാർ വിളക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇത് ടെൻഡർ ചെയ്യുന്ന സമയത്ത് ഒരു ഷിനോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവന് ഈ അറിയപ്പെടുന്ന സിഡ്കോന്റെ ഏജൻസി ആയിട്ടാണ്. അപ്പോൾ സിഡ്കോ ആയാലും റെഡ്കോ ആയാലും അതുപോലെ തന്നെ ഹാഡ്കോ, ഈ വിവിധ ഏജൻസികളെ പേരിൽ അവിടെ അവര് ടെൻഡറിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ ഹാഡ്കോന്റെ റെഡ്കോന്റെ ഒക്കെ പേര് കുറച്ചിട്ടിട്ട് ഇവൻ കുറച്ച് കൂട്ടിയിട്ടിട്ട് പദ്ധതി അടിച്ചു മാറ്റുന്ന രീതിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കുറെ ആളായി തുടങ്ങിയിട്ട് എങ്ങനെ അത് പിടിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുമ്പോഴാണ് ഇപ്പോ നടന്ന ഈ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ടെൻഡറിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയണു, ഈ ടെൻഡറിൽ ഞങ്ങളോട് പങ്കെടുക്കേണ്ട, ടെൻഡർ ഇവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചിട്ടില്ല, സെക്രട്ടറി വിളിച്ചില്ല, ഞാനും വിളിച്ചില്ല, പഞ്ചായത്തിന് അങ്ങനെ ഒരിക്കലും വിളിക്കൂല എന്ന് പറഞ്ഞു പ്രസിഡന്റ് അവരെ നമ്പർ ആവശ്യപ്പെട്ടു. അപ്പോൾ നമ്പർ ആവശ്യപ്പെട്ടപ്പോൾ അവർ നമ്പർ അയച്ചു കൊടുത്തു. ആ നമ്പറിൽ വിളിച്ചപ്പോൾ പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ കയ്യിലുള്ള നമ്പറാണ്, ഷിനോസ് എന്ന് പറഞ്ഞ ഒരു കക്ഷിയുടെ നമ്പർ. അവരെ ഞാൻ നേരത്തെ പറഞ്ഞ സിഡ്കോന്റെ ഏജൻസിയാണ്. അപ്പോൾ ഇവരുടെ പരിപാടി എന്താ വെച്ചാൽ പുറത്തുനിന്ന് മറ്റുള്ള ഏജൻസികളെ തടയുന്നതിന് വേണ്ടി വ്യാജമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറി വിളിക്കണോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കണോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ച് അവരെ തടസ്സപ്പെടുത്തുക, ടെൻഡർ ഇവർ അടിച്ചു മാറ്റുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഒരു സാഹചര്യത്തിൽ ഇനിയെങ്കിലും അത് തുടർന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്ന നിലയിൽ നമ്മൾ തൽക്കാലം പഞ്ചായത്ത് സെക്രട്ടറി അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ ചിലപ്പോൾ കോടതിയിൽ പരാതി കൊടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഏതായാലും അയാളെ ഈ രംഗത്ത് നിന്ന് നമ്മളെ പഞ്ചായത്തിലെങ്കിലും ഇത് തടയാം. മറ്റു പഞ്ചായത്തിലും നമുക്കറിയാം, നമ്മളെ മേഖലയിലൊക്കെ തന്നെ ഈ പ്രവണത നടക്കുന്നുണ്ടാവും. അപ്പൊ ഈ പത്രസമ്മേളനം അത് മറ്റുള്ള പഞ്ചായത്തുകാർക്ക് കൂടെ ഒരു ഒരു അറിവായിക്കോട്ടെ എന്നാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. സർക്കാർ ഏജൻസികളെ പങ്കെടുപ്പിക്കാതെ താൻ പ്രതിനിധിയായ 3 സർക്കാർ ഏജൻസികളിൽ ഒന്നിന് പ്രവൃത്തി ലഭിച്ചാൽ പഞ്ചായത്ത് വകയിരുത്തിയ മുഴുവൻ തുകയും ലഭ്യമാക്കാനും ഈ ടെൻഡറിലൂടെ സർക്കാരിലേക്ക് ലഭിക്കേണ്ട തുക ഒഴിവാക്കുകയുമാണ് ഇയാളുടെ ലക്ഷ്യമെന്നും ഇവർ ആരോപിക്കുന്നു. അപ്പൊ അവരിങ്ങോട്ട് വരില്ലല്ലോ. അപ്പൊ ഈ വർക്കൊക്കെ ഇയാൾക്കാണ് കിട്ടുന്നത്. അപ്പൊ ഇയാൾ വെക്കുന്ന റേറ്റ് എത്ര വെച്ചാൽ ആ റേറ്റിനാണ് അംഗീകരിച്ചു പോകുന്നത്.
ഇപ്പോൾ പൊതുവെ അവിടുത്തെ കോൺട്രാക്ടർമാർ അല്ല ഇപ്പോൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതെല്ലാം തന്നെ ഈ ഏജൻസികളാണ് വർക്ക് ഏറ്റെടുക്കുന്നത്. ഏജൻസികൾക്കാണ് മുന്തിയ പരിഗണന കൊടുക്കുന്നത്. ഈ ഏജൻസികളൊക്കെ തന്നെ സർക്കാരിൻ്റെ ആയിട്ടുള്ള കമ്പനികളാണ്. പക്ഷെ സർക്കാരിൻ്റെ കമ്പനികളുടെ ഒറിജിനലാണോ ഇത് എന്ന് ഇപ്പോൾ ഞങ്ങൾ സംശയിക്കുകയാണ്. ഏതായാലും അത് സംബന്ധിച്ച് അടുത്ത വിജിലൻസ് അന്വേഷണത്തിന് ഞങ്ങൾ അതിന് പരാതിയായിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ എടുത്തുകൊണ്ട് നടക്കുന്ന വർക്ക് എത്രയാണോ, ഇപ്പോൾ ഇങ്ങനെ ഇതുവരെ എടുത്ത് നടത്തിയ വർക്കിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ട്, അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, അത് പറഞ്ഞ രൂപത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷണ വിധേയമാക്കിക്കൊണ്ട് അതിന് വിജിലൻസ് അന്വേഷണത്തിന് കൊടുക്കണമെന്ന് ഇപ്പോൾ ഞങ്ങൾ LDF രൂപത്തിൽ തീരുമാനിച്ചു. ഇയാൾ ഇതുവരെ ചെയ്ത പ്രവൃത്തികളിലും ടെൻഡറുകളിലും പോലീസ് വിജിലൻസ് അന്വേഷണം വേണം. ഇയാൾ അവകാശപ്പെടുന്ന സർക്കാർ ഏജൻസികളുടെ അനുമതിയോടെയാണോ ഇയാൾ ഇത്തരം ഇടപെടലുകൾ നടത്തുന്നതെന്നും അന്വേഷിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്തിന്റെ പേരു പറഞ്ഞു നടത്തിയ ഫോൺ കോളുകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മരാമത്ത് വർക്കുകൾ നടത്തുന്ന ഇയാളുടെ ഇടപെടലുകൾ ഈ ടെൻഡറുകളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അവസരം നൽകാൻ കൂടിയാണ് വാർത്താ സമ്മേളനം വിളിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. മനോഹരൻ, മുൻ പ്രസിഡന്റും നിലവിലെ അംഗവുമായ PT. ഉസ്മാൻ, CPIM ചാലിയാർ ലോക്കൽ സെക്രട്ടറി M. വിശ്വനാഥൻ, ഗ്രാമപഞ്ചായത്ത് അംഗം K. വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു. A+ വിഷൻ, ചാലിയാർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്. ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ വേറിട്ട അനുഭവം. ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ്. ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈവരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.